ഐഷുവിന്റെ ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഞാൻ താമസിക്കുന്നത് കോൺവെന്റിൽ തന്നെയാ. സെന്റ് മേരീസ് കോൺവെന്റ്. സെന്റ് മേരീസ് ഹോസ്റ്റൽ അടുത്ത് തന്നെ വേറെ ഉണ്ട്. അപ്പോ ഐഷുവിനെ നോക്കുന്നത് സിസ്റ്റേഴ്സ് ആയിരിക്കും, ഏഞ്ചൽസ് ഓഫ് ജീസസ്. യെസ്. പക്ഷേ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ സുഖമില്ലാത്തവരെയൊക്കെ നോക്കുന്നത് സിസ്റ്റേഴ്സാ. ഐഷുവിന് അസുഖമൊന്നുമില്ല. വെറുതെ അസുഖമാണെന്ന് പറയരുത്. എല്ലാവർക്കും ഓരോ അസുഖങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുമ്പോ അങ്ങ് മാറും. എനിക്കും അസുഖം വന്നപ്പോ ചികിത്സിച്ചു, അത് മാറി. ഐഷുവിനും ചികിത്സിക്കും, അപ്പൊ അത് മാറും. ഐഷു ഇപ്പോ വെരി വെരി സ്മാർട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മാവനെന്താ വരാൻ താമസിക്കുന്നേ? അമ്മാവന് ഒത്തിരി ജോലിയില്ലേ, അത് കഴിഞ്ഞിട്ട് വരും. നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ മാറിയോ? അതിന് ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഇല്ലല്ലോ. വഴക്കുള്ളതുപോലെ എനിക്ക് തോന്നി. ആഹാ, അത് ശരി. ഇവിടെ വന്ന് ഋതുമോളെ ശല്യപ്പെടുത്തുമായിരുന്നല്ലേ? ഏയ്, രാധമ്മയ്ക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത്? ചോദിക്കേ. മോളും രാജുവും തമ്മില് ചില ദിവസങ്ങളായിട്ട് പിണക്കത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഭാര്യയും ഭർത്താവും തമ്മില് അത്യാവശ്യ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ നല്ലതാണെന്നാ എന്റെ അഭിപ്രായം. അതും മനസ്സിന്റെ സൗന്ദര്യം കൂട്ടുമെന്ന് ഇന്നാൾ അമ്പലത്തിലൊരു സ്വാമി പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ അത് അന്തി ഉറങ്ങുന്നതിന് മുമ്പ് തീർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മോളെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും ശക്തമായ ബന്ധം. അത് പരസ്പര സ്നേഹത്തിലൂടെ മാത്രമേ നിലനിൽക്കൂ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. ആ സ്നേഹത്തിലൂടെയാ ഒരു കുടുംബം നിലനിൽക്കുന്നത്. പിന്നെ നിങ്ങൾ കളങ്കമില്ലാത്ത പിള്ളേരാ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. ആരെങ്കിലും ഒരാൾ ക്ഷമിക്കാൻ തയ്യാറാവണം. അപ്പ തീരും മോളെ പ്രശ്നം. പിണക്കങ്ങൾ നീട്ടിക്കൊണ്ടുപോയാ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പരസ്പരം സ്നേഹിക്കാനുള്ള സമയമാ. സ്നേഹത്തെക്കാൾ വലിയൊരു മരുന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞു തീർക്കണം. അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. നിങ്ങള് യൂദാസ് യൂദാസിനെ വിറ്റ കാശ് നിന്റെയിലും ഉണ്ടല്ലോ. എടാ, അതൊക്കെ പോട്ടെ. നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഉപകാരം ഞാൻ ചെയ്തു തരും. ആ രാജുവും കൃതികമോളും തമ്മിൽ ഉടക്കാണ്. ഇതേണ്ടേ, അടുത്ത ദിവസം ഡൈവേഴ്സ് നടക്കും. അമ്മേ, നിങ്ങള് കരുനാക്ക് വിളച്ച ആവശ്യമില്ലെന്ന് പറയല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. ദാണ്ട, അവര് തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ഉലഞ്ഞുപോയി. കൊലയാൻ വല്ല കടത്തവെള്ളമാണോ ദാമ്പത്യ ബന്ധം? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ പല പ്രശ്നങ്ങളും കാണും. അതങ്ങ് തീർന്നോളും. ഇതങ്ങനെ ഒന്നും തീരൂല. കാരണം നിന്നെ പോലെ നാണം കെട്ട് അച്ചി വീട്ടി കഴിയുന്ന ഒരു ഭർത്താവ് അല്ല ആ രാജുമോൻ. നല്ല അന്തസ്സുള്ളവനാ. എടാ, അവനെ ഒരു ചളുങ്ങിയ തകരപ്പിഞ്ഞെടുത്ത് കുറ്റിക്കാട്ടിൽ എറിയുന്നത് പോലെ കൃതികമോളെ എടുത്ത് എറിഞ്ഞിരിക്കും. എറിയാ പൂച്ച കുഞ്ഞ പോലെയാണോ വെറുതെ? നിങ്ങൾ എന്ത് മുടിങ്ങിയ വിഷോ തള്ളേ? എടാ, നിന്റെ അച്ഛന് ഓട്ടം തുള്ളലി പാടാനായിട്ട് ഞാൻ ഒരു പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നിനക്കറിയാമോ? നിങ്ങൾ എഴുത്തുകാരി കൂടിയാണല്ലേ? പാട്ടേ കേട്ടെ. കണ്ടവന്റെ കാലിൽ ഒരു കമ്പി തറച്ചാൽ അമ്പമ്പോ ഞാനങ്ങ് സുഖമായി ഉറങ്ങിടുമേ. എടാ, അതാണ് രാജുവും കൃതികയും തമ്മിലുള്ള വഴക്ക് മൂർച്ഛിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരു കുടുംബം കലങ്ങിയാൽ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? എനിക്കിപ്പോ കുടുംബം ഇല്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവരുടെ പ്രശ്നം അവര് തീർത്തോളും. ഇല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള രാജുവിന്റെ രക്ഷകർത്താക്കൾ ഇവിടെയുണ്ട്. ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. നിങ്ങൾ അതിലൊന്നും വലിഞ്ഞു കയറി വന്നേക്കരുത്.
ഞാൻ എങ്ങനെയെങ്കിലും ഇത്തിരി കാശുണ്ടാക്കി തരാം. നിങ്ങൾക്കൊന്ന് കാശിക്ക് പോകാമോ? എന്റെ ഗുരുനാഥനും ആദർശ പുരുഷനുമായ വർമ്മ സാറെ എന്നെ അനുഗ്രഹിക്കണേ. എന്റെ ദൈവങ്ങളെ, ഈ പാവത്തിനെ കാത്തുരക്ഷിക്കണേ. നിങ്ങൾക്കറിയാലോ ഞാനൊരു ദുഷ്ടനല്ലാന്ന്. എല്ലാവരും എന്നെ അനുഗ്രഹിക്കണേ. മാഡം, വളരെ സിൻസിയർ ആയിട്ട് പറയാ, ഞാനിപ്പോ എന്റെ ഹൃദയം തുറന്നു കാട്ടാൻ പോവാ. അത് ചെമ്പരത്തി പൂവാണെന്ന് മാത്രം മാഡം പറയരുത്. പുതിയ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കണോ? കള്ളത്തരം അല്ലല്ലോ മാഡം. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ മാഡം തയ്യാറാവണം. ഇതുവരെ പറഞ്ഞതൊക്കെ വിശ്വസിച്ചവളാ ഞാൻ. ഞാനിപ്പോ തെറ്റുകാരിയായി. എന്റെ അമ്മ പറഞ്ഞെന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ച് വലിയ ത്യാഗിയായി മാറിയ മനുഷ്യനല്ലേ നിങ്ങള്? എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ, എനിക്കൊരു ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും നൽകി ജീവിക്കാനായിരുന്നില്ലെങ്കിൽ എന്തിനീ ദ്രോഹം ചെയ്തു? 2 ജന്മങ്ങളല്ലേ ഒരുമിച്ച് തകരുന്നത്. മാഡം, എനിക്ക് പറയാനുള്ള ഒന്ന് കേക്കൂ. എന്നെ സംസാരിക്കാൻ അനുവദിക്കുക. ഒരാള് മാത്രം സംസാരിച്ചാ പോരല്ലോ. മാഡം,